ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാനൊരു 250 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മസാലപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഈ മസാലയും ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഈ പരിപ്പുമായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് നമ്മുടെ പരിപ്പുവടയ്ക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം ഉള്ള കൂട്ട് എടുക്കുക. എന്നിട്ട് അത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകം വേവത്തുമില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കാം. അതുപോലെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം എന്താണ്ടേ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ലൊരു ചൂട് സുലൈമാനിയും ഈ ചൂട് പരിപ്പുവടയും കുറച്ച് ടൊമാറ്റോ സോസും കൂട്ടി ഒന്ന് കഴിച്ചു വയ്ക്കുകയും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ ഓൾ. ബൈ.